ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളം അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും സംസാരിക്കുന്ന സ്പെഷ്യൽ എപ്പിസോഡ്സിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റാർ ഓഫ് ദി ഷോ, എൻ്റർടൈനർ ഓഫ് ദി ഷോ, ദി മാൻ ഓഫ് ടാലൻസ്, ദി ഐക്കൺ ഓഫ് ബിഗ് ബോസ് സീസൺ 7 മലയാളം എന്ന അക്ഷരം തെറ്റാതെ നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന നെവിൻ കപ്രീഷ്യസ് അംബ്രോസിനെ കുറിച്ചാണ്. നെവിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നെവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, അയാളുടെ ലൈഫ് സ്റ്റോറിയെക്കുറിച്ച് പറയാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഇതിനു മുമ്പ് പല ആളുകളെക്കുറിച്ചും നമ്മൾ വീഡിയോസ് ചെയ്തപ്പോൾ അവരുടെ ലൈഫ് സ്റ്റോറിയെക്കുറിച്ച് നമ്മളധികം സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈഫ് സ്റ്റോറിയെക്കുറിച്ച് പറയണം. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, സ്വന്തം ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പ്, അത് തന്നെ ചോദ്യചിഹ്നമാവുന്ന രീതിയിൽ 3 കണ്ടസ്റ്റൻസ് ആണ് ആ ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ പ്രാവശ്യം ഈ സീസണിൽ കയറിയിട്ടുള്ളത്. ആദില, നൂറ, നെവിൻ. അതിൽ നെവിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരെയാണ് എന്നയാൾ വളരെയധികം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സ്ത്രൈണഭാവങ്ങളുള്ള പുരുഷൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷവും അയാൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആക്രമണങ്ങളുണ്ട്. നമ്മുടെ സൊസൈറ്റി ഇന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി കൊണ്ടു നടക്കുന്നയാൾ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ലൈഫ് സ്റ്റോറി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 2, ബിഗ് ബോസ് ഹൗസിനകത്ത് അയാൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതും അയാളെ കൂടുതൽ ആളുകൾ കോർണർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും അയാളുടെ അടുത്ത് വാദിച്ച് ജയിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാവുമ്പോൾ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതും അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ അയാൾ ഒരിക്കലും അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ പേരിൽ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ആ കാർഡിറക്കി കളിച്ചിട്ടില്ല. ബിഗ് ബോസിൻ്റെ ഒരു ടാസ്കിൽ മാത്രം അത് ആ സ്റ്റോറി പറഞ്ഞേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് അയാളുടെ പേഴ്സണൽ സ്റ്റോറി, അയാൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ ഒരിക്കലും സെൻറ്റിമെൻറ്റ്സ് ട്രാക്ക് ഇറക്കിയിട്ടില്ല. ബാക്കി എല്ലാവരും അവരുടെ കുട്ടിക്കാലത്തും അതിനുശേഷവും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് കണ്ണീർ വാർത്ത് വോട്ട് നേടി സൗഹൃദങ്ങളെ പിടിച്ചു നിർത്തിയപ്പോഴും നെവിൻ കപ്രീഷ്യസ് അംബ്രോസ് ഒരു പ്രാവശ്യം പോലും അയാളുടെ ഐഡൻറ്റിറ്റിയോ അയാളുടെ ലൈഫ് സ്റ്റോറിയോ വെച്ചുകൊണ്ട് ആരുടെ മുമ്പിൽ അപേക്ഷിച്ചിട്ടില്ല. അയാൾക്കെതിരെ എത്ര മോശം ആർഗ്യുമെൻറ്റ്സ് വന്നപ്പോഴും മറ്റൊരാളുടെ ലൈഫ് സ്റ്റോറിയെക്കുറിച്ച് അയാൾ കുറ്റം പറഞ്ഞിട്ടില്ല. മറ്റൊരാളുടെ സ്ട്രഗിളിനെ അയാൾ കുറച്ച് കണ്ടിട്ടില്ല. ബിക്കോസ് അയാൾക്കറിയാം അതിൻ്റെ പെയിൻ എന്താണെന്ന്. നെവിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഓർക്കുന്നുണ്ടോ? ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് നെവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിവസം ബിഗ് ബോസ് ഹൗസിലെ ഗെയിമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് ഈ കാന്താരി കരച്ചിൽ പരിപാടികളൊന്നും വേണ്ട എന്നാണ്. അയാൾ ഒരിക്കലും കരഞ്ഞുകൊണ്ട് ഒരു ആർഗ്യുമെൻറ്റിനെയോ ഒരു സിറ്റുവേഷനെയോ ഡീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പറയാനുണ്ട്. എല്ലാവരും അയാളുടെ കരച്ചിൽ കാണാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് കാത്തു നിന്ന സമയങ്ങളുണ്ട്. വട്ടം കൂടിയിട്ട് ആക്രമിച്ച് കാത്തു നിന്ന നിമിഷങ്ങൾ. അപ്പോഴൊന്നും അയാളുടെ കണ്ണീര് അയാൾ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അയാൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻസൾട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് നീ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ വരില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചതാണ് ആ ഒരിക്കലും മറക്കാനാവാത്ത ഇൻസൾട്ട് എന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ ബിഗ് ബോസിൽ 100 ദിവസം തയ്ക്കാൻ പോവുകയാണ്. ആൻഡ് അയാളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് എൻ്റെ പോയിൻറ്റഡ് ഹീൽസ് ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. ആ പോയിൻറ്റഡ് ഹീൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ കൊടുത്തത് അതിലൊന്ന് മാത്രമാണ്. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞ ഒരു കാര്യവും അയാൾക്ക് അതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. തനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ആരൊക്കെയോ എടുക്കുന്നു, തൊടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുടെ മുമ്പിൽ തനിക്ക് പ്രിയപ്പെട്ടത് ഒന്നും കിട്ടാതെ അതിനകത്ത് കയറിയിട്ടും അയാൾ ഫൈറ്റ് ചെയ്ത് നിന്നില്ലേ. നെവിൻ ഒരു ഫാഷൻ ഡിസൈനറാണ്, കൊറിയോഗ്രാഫറാണ്, സ്റ്റൈലിസ്റ്റാണ്, ഗ്രൂമറാണ്, ഒരു ഫൺ ജിൽ വൈബിലൊക്കെ പോകുന്ന ഒരാളാണ്. ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞതാണ്. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതെല്ലാം കൂടി ചേർത്ത് അയാളൊരു എൻ്റർടൈനറാണ്. അയാളൊരു നല്ല ഗായകനാണ്. അയാൾ ഏത് സിറ്റുവേഷനിലും ഏത് മൂഡിലും നമ്മളെ ചിരിപ്പിക്കാൻ, എത്ര കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ മുഖത്ത് ഒരു ചിരി വരുത്താൻ കഴിവുള്ള ആളാണ്. അയാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചു. പക്ഷേ ജീവിച്ചിരുന്ന കാലം അത്രയും അയാൾ ഒരുപാട് മദ്യപിച്ചിരുന്ന ഒരാളാണ്. അയാളുടെ അമ്മയൊക്കെ ഒരുപാട് ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുള്ള, എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മദ്യപിച്ച് ബോധമില്ലാതാവുന്ന ഒരു അച്ഛനും അയാൾ അസോൾട്ട് ചെയ്യുന്ന അമ്മയും അത് കണ്ട് പേടിച്ച് നിൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളും അതൊക്കെ കണ്ടു വളർന്ന ഒരാൾക്ക് പറയാവുന്ന, അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ് അയാൾ ബിഗ് ബോസ് ഹൗസിൽ അയാളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞത്. സ്ത്രീകൾ അടിമകളല്ല, സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകണം, എന്നിട്ടേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. അല്ലെങ്കിൽ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടും. സ്വാഭാവികമായും ഇങ്ങനൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അയാളുടെ അമ്മയ്ക്ക് സിംഗപ്പൂരേക്ക് പോകേണ്ടി വന്നു ജോലിക്ക് വേണ്ടിയിട്ട്. ആ മക്കളെ 2 പേരെയും അവരൊരു ഓർഫണേജിലാണ് ആക്കിയത്. അങ്ങനെ ഒരു ഓർഫണേജിലാണ് നെവിൻ്റെ കുട്ടിക്കാലം സംഭവിക്കുന്നത്. അയാളുടെ അമ്മയുടെ കൂടെ അയാൾക്ക് കുട്ടിക്കാലത്ത് ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഈ കുട്ടിക്കാലം ഉണ്ടല്ലോ, അയാൾ ഏറ്റവും വേദനയോടെ പറഞ്ഞ കുട്ടിക്കാലം, അതാണ് അയാൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അച്ഛനെക്കുറിച്ച് പറയാനുള്ള ബിഗ് ബോസിൻ്റെ ടാസ്ക് കൊടുത്തപ്പോൾ അയാൾ ബിഗ് ബോസിനോട് ആദ്യം ചോദിക്കുന്നത് ഞാനിതൊന്നും മാറ്റിയെടുത്തോട്ടെ ബിഗ് ബോസ്, ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷേ ടാസ്ക്കായി പോയില്ലേ, സംസാരിച്ചല്ലേ പറ്റൂ. 2.5 വർഷം മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ അപ്പോഴും കരഞ്ഞിട്ടില്ല. ഒരച്ഛൻ
എങ്ങനെ ആവരുത് എന്ന് കാണിച്ചു തന്ന മനുഷ്യനാണ് അയാൾ. കള്ളുകുടി, വഴക്കുണ്ടാക്കൽ, കുറ്റപ്പെടുത്തൽ, ജനനം കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവില്ല എന്ന് നെവിൻ പറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷന്മാരെയാണ് താൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നെവിൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ അയാളുടെ കുട്ടിക്കാലം മുതലുള്ള ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന്. ആ കുട്ടിക്കാലത്ത് അയാൾക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല, അയാൾക്കൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല, സെക്യൂർ ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സിംഗിൾ പാരൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ കരയുന്നത് അത് അത്രയും ജെനുവിനായിട്ടാണ്. ഒരു ഓർഫണേജിൽ അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അയാൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാനിടയുള്ള ബുള്ളിങ് എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് കുട്ടിക്കാലം മുതൽ അയാളുടെ ജോലിയുടെ ഭാഗമായി, അയാളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അയാൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അയാൾ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ചങ്ക് പൊട്ടി പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് അതിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി നാടകം കളിച്ച ആളുകളാണ് പിന്നീട് അങ്ങോട്ട് അയാൾക്കെതിരെ പറഞ്ഞു നിൽക്കാൻ വേറൊന്നും കിട്ടുന്നില്ല, അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അച്ഛനും അമ്മയും തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അച്ഛനും അമ്മയും നന്നായി വളർത്തണമായിരുന്നു, നിന്നെപ്പോലെ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, പോയി ആണായിട്ട് വാടാ, ആണുങ്ങളെ പറയിപ്പിക്കാൻ വരുന്നടാ, നിന്നെപ്പോലെ കുറേ എണ്ണത്തിനെ ലോഡ്ജിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവർ ഈ കഥ കേട്ട് കണ്ണീരൊഴുക്കിയവരാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമോഷണലായി പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നെവിൻ ആ കഥ പറയുന്ന വീഡിയോസും അതിനുശേഷം അയാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളുണ്ടായിട്ടുണ്ട്, തെറ്റുകളൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ശരിയും തെറ്റൊന്നുമില്ല, തെറ്റുകൾ തന്നെയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സ് എടുത്ത് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത് ജെൻഡർ ഐഡൻറ്റിറ്റി കൊണ്ടും സെക്ഷൽ ഐഡൻറ്റിറ്റി കൊണ്ടും സമൂഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അതിലെ ഏറ്റവും വലിയ ഇരയാണ്, ഉദാഹരണമാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ നെവിൻ. അയാൾക്കെതിരെ വന്നിട്ടുള്ള അറ്റാക്കുകൾ. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോഴും അയാൾ പൊട്ടിക്കരയുന്നതും വിങ്ങി പൊട്ടുന്നതൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, അയാൾ ഒറ്റയ്ക്ക് കരഞ്ഞ് എവിടെയെങ്കിലും ഇരുന്ന് തീർത്തിട്ടുണ്ടാവും. വളരെ കുറച്ച് ആളുകൾ മാത്രം ഇടയ്ക്കൊന്ന് അയാളെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2, ഞാനിങ്ങനെ പൊട്ടിക്കരയേണ്ട കാര്യമൊന്നുമില്ല, ഐ എം മൾട്ടി ടാലൻറ്റഡ്, എനിക്ക് എൻ്റെ ടാലൻറ്റിൽ കോൺഫിഡൻസ് ഉണ്ട്, അത് അയാൾ ആവർത്തിച്ച് പറയുന്നതാണ്. ഇത്രയൊക്കെ കടന്ന് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അയാളെ ബാധിക്കാൻ പോകുന്നില്ല. ബാധിച്ചാലും അത് ഇവരെ പോലുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല. 3, ഇത് കരയാനുള്ള സ്പേസ് അല്ല, ടൈമല്ല. അയാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞാണ് ഞാനിത് വിൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അയാൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇത് കരഞ്ഞ് സമയം കളയാൻ വേണ്ടിയിട്ടോ കരഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടി നോക്കേണ്ട ഒരു സമയമല്ല. അതിനുവേണ്ടി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പ്രൊമോഷൻസ് അത് നടത്താൻ ആളെ ഏൽപ്പിച്ച് അതിനകത്ത് വന്ന് ആ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് നെവിൻ്റെ ഫോട്ടോ അല്ല, ഹീ ഈസ് എ ഗെയിമർ. ഈ സീസണിൽ ഗെയിം കളിച്ച് ഇവിടം വരെ എത്തിയിട്ടുള്ള ആൾ എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്ന 2 പേർ മാത്രമാണ് ഈ ഫൈനൽ സമയത്തേക്ക് അടുക്കുമ്പോൾ ബാക്കിയുള്ളത്. അതിലൊന്ന് അനീഷാണ്, മറ്റൊന്ന് നെവിനാണ്. അതിൽ ഈ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം ചേർത്ത് വെക്കുകയാണെങ്കിൽ നെവിൻ ഈസ് ദി ബെസ്റ്റ് ഗെയിമർ ഇൻ ദി ബിഗ് ബോസ് ഹൗസ് റൈറ്റ് നൗ. ഗെയിമേഴ്സ് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ വേറെയും ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഗെയിമേഴ്സ് പലരും എവിക്റ്റായിപ്പോയി. നന്നായി ഗെയിം കളിച്ച, നന്നായി എൻ്റർടൈൻ ചെയ്യിച്ച ഒരാൾ എന്നൊരു പേരുണ്ടെങ്കിൽ ദാറ്റ്സ് നെവിൻ. ഈ സീസൺ 7 നല്ലൊരു എൻ്റർടൈനർ, ഗെയിമർ എന്ന് പറയുന്ന പരിപാടി വിട്ടിട്ട് നല്ലൊരു എൻ്റർടൈനർ എന്ന് പറഞ്ഞ് നോക്കിയാലും നല്ല എന്നൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് രസിക്കാനും കുത്തി പറയാനും ഒക്കെ ട്രോളടിച്ചിറക്കാനും ഒത്തിരി കണ്ടന്റ് തന്ന കുറേ ആൾക്കാരുണ്ട്. അതിനൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തു. പക്ഷേ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നെവിൻ അല്ലാതെ വേറൊരാളുടെ പേര് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റില്ല. ബെറ്റിനുണ്ടെങ്കിൽ നമുക്ക് ബെറ്റ് വെക്കാം. ഇനി നെവിൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നെവിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നെവിൻ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തിയിട്ടുണ്ട്. ആത്മാർത്ഥമായി നെഞ്ചിൽ തൊട്ട് അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ തെറ്റ് അയാളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നെവിൻ്റെ മറ്റൊരു പ്രശ്നം അയാൾക്ക് പേഴ്സണൽ ബൗണ്ടറീസ്. അയാളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ എഴുതിയെടുക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള കോമൺ വേർഡ്സ് ഇങ്ങനെയാണ്: റൂൾസ്, മാർജിൻ, ബൗണ്ടറീസ്. അയാളൊരു ഓർഫണേജിൽ വളർന്ന ആളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു നമുക്കറിയില്ല, നമ്മളത് ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റൂ. അവിടെ പ്രോപ്പർ ഫാമിലി ട്രെയിനിങ്, വാല്യൂസ്, ബൗണ്ടറീസ് അത് അയാൾക്ക് ആരെങ്കിലും പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അയാൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ വാരിക്കോരി പ്രകടിപ്പിക്കും. അയാൾക്ക് ദേഷ്യം വന്നാൽ അയാളത് മുഴുവൻ പറഞ്ഞു തീർക്കും. അങ്ങനെ സ്നേഹം വരുമ്പോൾ അയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്.
അത് അയാളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഷാനവാസിൻ്റെ അടുത്ത് അയാൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഷാനവാസ് അൺകംഫർട്ടബിൾ ആണെങ്കിൽ അയാളുടെ പേഴ്സണൽ ബൗണ്ടറിക്കകത്തേക്ക് കയറരുത്. അത് നെവിൻ അറിയില്ലായിരുന്നു. പക്ഷെ പറഞ്ഞു കൊടുത്തപ്പോൾ നെവിൻ അത് തിരുത്തി. പിന്നീട് അത് ആവർത്തിച്ചിട്ടില്ല. റൂൾസ് എത്രയോ വട്ടം അയാൾ ബ്രേക്ക് ചെയ്തു, എത്രയോ വട്ടം അയാൾ ബ്രേക്ക് ചെയ്തു. പക്ഷേ അയാൾ എന്താ റൂൾ ബ്രേക്ക് ചെയ്ത്? ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. വേറൊരാളുടെ തന്തയ്ക്ക് നല്ലക്കും വിളിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ്റെയും പേഴ്സണൽ ലൈഫ് ഈ ഗെയിമിലേക്ക് എടുത്തിട്ട് മോശമാക്കി ചിത്രീകരിക്കാൻ അയാൾ ശ്രമിച്ചിട്ടില്ല. അയാൾ ഈവൻ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പോലും അയാൾ ഇറിറ്റേറ്റ് ആവുന്ന ആളുടെ ചിരിയും ചുറ്റുമുള്ള ആൾക്കാരുടെ ചിരിയും അയാൾ സൗഹൃദവും കൂടി പിടിച്ചു വെച്ചിട്ടാണ് ഇറിറ്റേറ്റ് ചെയ്യിച്ചിട്ടുള്ളത്. ഭക്ഷണമല്ലടോ കട്ട് തിന്ന്. ഒരാളുടെ ജീവിതം കട്ട് തിന്ന് നശിപ്പിക്കുകയായിരുന്നില്ലല്ലോ. അയാൾക്ക് ഇല്ലാതാവുന്ന ഈ റൂൾസും മാർജിനും ബൗണ്ടറീസും അത് അയാൾക്ക് ഇനിയും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അനീഷേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോങ് ടേമിലേക്കായിട്ട് ആഴത്തിൽ ഉണങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള മുറിവുകളൊന്നും വേറെ ഒരാൾക്കും അയാൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അയാളുടെ ലൈഫിൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്ത കുറേ ആളുകൾ ഈ സീസണിലുണ്ട്, ഫൈനലിലുണ്ട്. എന്നിട്ട് നെവിൻ സോറി പറഞ്ഞിട്ടുണ്ട്. 95ാമത്തെ ദിവസം തനിക്ക് മാപ്പ് പറയാനുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന് നെവിൻ മാപ്പ് പറയുന്നത് ഷാനവാസിനോടും അനുമോളോടുമാണ്. ആ സോറി അത് ആത്മാർത്ഥമായി പറഞ്ഞതാണ് എന്ന് നമുക്ക് അത്രയധികം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അയാളത് ആവർത്തിച്ചിട്ടില്ലടോ. അയാളത് പിന്നീട് ഒരിക്കലും ചെയ്തിട്ടില്ല. അയാളെ ഇങ്ങോട്ട് വാക്കുകൾ കൊണ്ട് ആക്രമിക്കാവുന്നതിൻ്റെ പരമാവധി ആക്രമിച്ചിട്ടും വാക്കുകൾ കൊണ്ട് ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്ത മുറിവുകളൊന്നും അയാൾ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ നെവിനോട് ഇവരെന്താണ് ചെയ്തത്? അയാളുടെ പേഴ്സണൽ ലൈഫിനെ വലിച്ചഴിച്ച് അതിൽ കുത്തി. പക്ഷേ നെവിന് വാദിക്കാൻ വേറൊരാളുടെ ആവശ്യം ഉണ്ടായിട്ടില്ല. നെവിനെതിരെ എന്ത് അനീതി ഉണ്ടാകുമ്പോഴും നെവിൻ തന്നെയാണ് വാദിക്കുന്നത്. അയാളുടെ പേഴ്സണൽ ലൈഫ്, അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി, സെക്ഷുവാലിറ്റി ഇതൊക്കെ വലിച്ചു ഒഴിച്ച് കൊണ്ടുവന്നിട്ട് അയാളെ ആക്രമിച്ചാൽ അയാളങ്ങ് തീർന്നു പോകും എന്ന് വിചാരിച്ച ആളുകൾ ബിഗ് ബോസ് ഹൗസിലുണ്ട്. അവരൊക്കെ അയാളുടെ പേഴ്സണൽ ലൈഫ് കഥയൊക്കെ കേട്ടിട്ടിരുന്ന് കരഞ്ഞ ആൾക്കാരാണ്. നെവിൻ്റെ ലൈഫിലെ ഏറ്റവും ആഴത്തിൽ ഇപ്പോഴും പതിഞ്ഞു കിടക്കുന്ന മുറിവുകളെ വീണ്ടും തോണ്ടിയെടുത്ത് അയാളെ ആക്രമിക്കാൻ ഉപയോഗിച്ചവരാണ്. പക്ഷേ ആ യൂസ് ചെയ്തവർക്ക് മുഴുവൻ തെറ്റി. നെവിൻ ഇസ് സ്റ്റിൽ ദെയർ സ്റ്റാൻഡിങ് സ്ട്രോങ്. ഷാനവാസ് പറഞ്ഞില്ലേ നെവിനെ പോലെ കുറേ ആൾക്കാരെ ബസ് സ്റ്റാൻഡിലും ലോഡ്ജിലും ഒക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഷാനവാസിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഷാനവാസിനെ പോലെ കുറേ ആൾക്കാർ അയാളെ ആക്രമിക്കുന്നതൊക്കെ നെവിൻ ഒരുപാട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഷാനവാസ് ഡീൽ ചെയ്തതിൻ്റെ ഇരട്ടിക്കും മുകളിൽ നെവിൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നെവിന് ഡീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല നെവിൻ 2 മാപ്പ് പറച്ചിലുകൾ പറയുന്നുണ്ട്. അതിൽ അനുമോളോട് എന്ന് അനുമോളുടെ PR പറയും. പക്ഷേ നെവിൻ മാപ്പ് പറഞ്ഞത് അനുമോളോട് അയാൾ ചെയ്ത ആക്റ്റാണ്. ആ ആക്ട് എനിക്ക് കൺട്രോൾ ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് ആ ആക്റ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഷാനവാസിനോട് അയാൾ മാപ്പ് പറയുമ്പോൾ ഷാനവാസുമായുള്ള ഒരു വാക്കേറ്റത്തിൽ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നപ്പോൾ താൻ വളർത്തുന്ന മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആശങ്കയുണ്ടെന്ന് അയാൾ പറഞ്ഞു. അതിന് അയാൾ മാപ്പ് പറയാണ്, ആത്മാർത്ഥമായി മാപ്പ് പറയാണ്. അതിൻ്റെ കൂടെ അയാൾ ചേർത്ത് വെക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഷാനവാസിനോട് അയാളുടെ ഫാമിലിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടും അയാളുടെ മകള് വന്ന് എന്നെയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ കാര്യം പറഞ്ഞ് മാപ്പ് പറയുമ്പോൾ നെവിൻ്റെ തൊണ്ടയിടുന്നുണ്ടായിരുന്നു. നിങ്ങളത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളുടെ വീട്ടുകാരിൽ ഒരാൾ വന്ന് എനിക്ക് ക്ഷയിക്കാൻ തന്നു, അതൊന്ന് സാരമില്ലടോ എന്ന് പറഞ്ഞു. എനിക്ക് ഓക്കെ, സമാധാനമായി. പക്ഷെ പിന്നീട് ഞാൻ ഓർക്കുമ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നെവിൻ്റെ ആ കാരണം എന്തായിരിക്കും? അയാൾക്ക് കിട്ടാതിരുന്ന, ഒരുപക്ഷെ നല്ല സൗഹൃദങ്ങൾ ഓഫർ ചെയ്യപ്പെടാതിരുന്ന, നല്ല ഓർമ്മകൾ ഒന്നും തന്നെ ഉണ്ടാവാനിടയില്ലാത്ത അയാളുടെ കുട്ടിക്കാലമാണ് വർണ്ണക്കുപ്പായങ്ങളൊക്കെ ഇട്ട് ഷാനവാസിൻ്റെ മകളുടെ രൂപത്തിൽ വന്ന് പറയുന്നത്, അല്ലേ നമ്മളെന്താ ഇങ്ങനെയെന്ന്. അയാൾ ഷാനവാസിനോട് വഴക്കിട്ടു, പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ അയാളതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ താൻ ഈ പറഞ്ഞത് ഒരു കുഞ്ഞിൻ്റെ അച്ഛനെതിരെയാണെന്നും ആ കുഞ്ഞ് തന്നെ കാണുന്നുണ്ടെന്നും ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് നെവിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ മാപ്പ് പറച്ചിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാപ്പ് പറയുന്നു എന്ന് നെവിൻ പറയുന്നത്. അയാൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളെ നിങ്ങൾ നോക്കൂ. അവരിനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ, ഭയങ്കര സംഭവമാവോ എന്നൊന്നുമില്ല. പക്ഷേ അവിടെ ഉള്ള അത്രയും സമയവും അവരുണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്, ഉള്ളു നിറഞ്ഞിട്ടാണ്. നെവിൻ അയാളുടെ സുഹൃത്തായി ഏറ്റെടുക്കുന്നവരെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിസേലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എന്നെ ഞാനായി അംഗീകരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെയാണ് താൻ ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്നതെന്ന്. അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, സ്ത്രൈണഭാവങ്ങൾ ഉള്ള പുരുഷന്മാർ. അവരെ എന്തൊക്കെ പേരുകൾ വിളിച്ചാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഈ PR മുഴുവൻ നെവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ആ പേരാണ്. അവർ നെവിനെ മാത്രം അല്ലടോ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നെവിനേക്കാൾ വലിയ എൻ്റർടൈനേഴ്സ് ആവാൻ പോകുന്ന
നെവിനേക്കാൾ ആഴത്തിൽ സൗഹൃദങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന, തൻ്റെ കുട്ടിക്കാലം കൺമുന്നിൽ ഇല്ലാതാവുന്ന കണ്ടിട്ടുള്ള കുറേ നല്ല മനുഷ്യരെയാണ്. ആ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ നെവിന് വോട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ PR അറ്റാക്കുകളുടെ കൂടെ ചേർന്നിട്ട് അവർ വിളിക്കുന്ന ആ വൃത്തികെട്ട പേരുകളൊന്നും ഒരു കമൻറ്റ് ബോക്സിലും റിയൽ ലൈഫിലും ആവർത്തിക്കാതിരിക്കണം. ഇത്രയും പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായിടോ. അയാൾ ആ ജീവിതം ജീവിച്ചതല്ലേ. ആൻഡ് സ്റ്റിൽ അയാൾ പറയുന്നത് എന്താണ്? ഐ എം എ ഗെയിമർ. ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, എന്നിവിടെ ആരും വിശ്വസിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ കള്ളങ്ങൾ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റുള്ളവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഈ ഷോ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതൊരു ഗെയിമാണോ എന്ന് നമ്മൾ പ്രേക്ഷകരും ഒരുപക്ഷെ ബിഗ് ബോസും പോലും മറന്നിരിക്കുന്ന സമയത്താണ് നെവിൻ പറയുന്നത്, ഇതൊരു ഗെയിമാണ്, ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണ്, എന്നെ ഇവിടെ ആരും വിശ്വസിക്കേണ്ടതാണ്. ചില ദിവസങ്ങളിലൊക്കെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ലിറ്ററലി വെറുത്തിട്ട് ഞാനും എൻ്റെ ടീമും കൈവിട്ട് പോയിട്ട് ഇത് നിർത്താം എന്ന് വിചാരിക്കുമ്പോൾ നെവിൻ വിളിക്കും, എടോ വാടോ, ഗെയിം ആടോ, ഞാനിവിടെ ഇല്ലേ, ഞാൻ അടിപൊളിയാക്കി തരാം. ഇന്നും ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ ഇന്ന് വരെയുള്ള ഇത്രയും മൊമെൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളു തുറന്ന് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള നെവിൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് പറയാനുണ്ടോ? നെവിൻ ക്രിയേറ്റ് ചെയ്തതല്ലാത്തൊരു മൊമെൻറ്റ്, അവൻ്റെ നടത്തം, വർത്തമാനം, ഹെയർ സ്റ്റൈൽ, ആ മുടിയൊക്കെ 2 സൈഡിലേക്ക് കെട്ടിയിട്ടൊരു ഓട്ടം ഓടുന്നില്ലേ, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാടോ. ലൈഫ് ടൈം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഹ്യൂമർ. ഹി ഹിംസെൽഫ് ഈസ് ആൻ എൻ്റർടൈൻമെൻറ്റ്. നെവിൻ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുന്നതല്ല, നെവിൻ ഈസ് എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ നെവിൻ കുറച്ചും കൂടി ബെറ്റർ സഹമത്സരാർത്ഥികളെ അർഹിച്ചിരുന്നു. കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്, ഗെയിമേഴ്സ് അവൻ്റെ ചുറ്റും ഉണ്ടാവേണ്ടതായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പ്രീവിയസ് കണ്ടസ്റ്റൻസ് എല്ലാവരും എല്ലാ സീസണിലുള്ള ബെസ്റ്റ് ഗെയിമേഴ്സിനെയൊക്കെ പെറുക്കിക്കൊണ്ട് വരുമ്പോൾ അങ്ങനൊരു സീസൺ ഉണ്ടെങ്കിൽ നെവിൻ ഷുഡ് ബി ദയർ. നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത ബിഗ് ബോസ്, ഇനി അടുത്തൊരു സീസൺ 8 ഉണ്ടാവുകയാണെങ്കിൽ ഇപ്രാവശ്യം റിയാസ് സലീം വരാൻ നമ്മൾ കാത്തിരുന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി നെവിൻ ഒരു ചലഞ്ചറായിട്ട് ഒരു തിരിച്ചുവരവ് നടത്തണം. അവൻ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കുന്നത്, എങ്ങനെയാണ് അവൻ ആ ഗെയിമിനെ മുഴുവൻ തിരിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് അവൻ ബിഗ് ബോസ് ഹൗസ് തിരിച്ചു വെച്ചില്ലേ. അതുപോലെ അടുത്ത സീസണിൽ ഒരു ചലഞ്ചറായിട്ട് വന്നിട്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുള്ള അത്രയും അവനെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 മലയാളം കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പരമപരാജയമായിരുന്നു എന്ന് പല ആളുകളെക്കുറിച്ചും നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഹെൽത്തി അല്ലാത്ത ആളുകൾ, ഒട്ടും ഹെൽത്തി ആയിട്ട് മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾ, അങ്ങനെ കുറേ ആൾക്കാർ വന്ന് കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ നെവിനെ സെലക്ട് ചെയ്ത ആൾ, അതാരാണെങ്കിലും ഹാറ്റ്സ് ഓഫ് ടു യു. നിങ്ങൾ ഒരാളാണെങ്കിലും ഒരു ഗ്രൂപ്പാണെങ്കിലും നെവിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ സീസണിൽ എൻ്റെ ടീമിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഡിസിഷൻസിലൊന്ന്. തിരിച്ചു വരുന്ന ഓരോ ആൾക്കാരും പറയുന്നത് തന്നെയാണ് നെവിനെ നേരിട്ട് കണ്ടാൽ നമുക്കും പറയാനുള്ളത്, നീ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അവൻ്റെ നെവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവൻ അങ്ങനെ തന്നെയാണ്, അതായത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് എന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നെവിനെക്കുറിച്ച് മാത്രമല്ല, നെവിനെ പോലെ ശ്രൈണഭാവമുള്ള പുരുഷൻ, അങ്ങനെയുള്ള എത്രയോ ആളുകളെ പല പേരുകൾ പറഞ്ഞ് നമ്മൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് എത്രയോ ജീവിതങ്ങളെ. നെവിൻ ഫൈറ്റ് ചെയ്ത പോലെ അവർ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ, നെവിൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ കൂടെ നിന്നതുപോലെ നമ്മൾ നിന്നിരുന്നെങ്കിൽ, ഫാമിലി വന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരണമായിരുന്നു എന്ന് നെവിൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്തുകൊണ്ടായിരിക്കും? അവനായി അംഗീകരിച്ചിട്ടുള്ള, അവന് ആവശ്യമായ സ്നേഹവും സപ്പോർട്ടും കൊടുത്തിട്ടുള്ള അയാൾ തിരിച്ചു വരണം, അയാളെ ഒന്ന് നേരിട്ട് കാണണം എന്നല്ലേ അവൻ ആഗ്രഹിച്ചത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് നീ നിൻ്റെ അമ്മേനെ അച്ഛനെയാണ് കാണാൻ ആഗ്രഹിക്കേണ്ടത്, ഞാൻ നിന്നെ പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ആ കണ്ടസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഒരു 7 ജന്മം കുത്തിയിരുന്ന് ജനിക്കാൻ വേണ്ടി ജനിച്ചാൽ പോലും ഈ പറഞ്ഞ പരിപാടി ഒന്നും മനസ്സിലാവില്ല. നെവിൻ്റെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ചുറ്റും എത്രയോ ആൾക്കാർ അവനവനെ തന്നെ മാറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി ആ കാണുന്ന എൻ്റെ ഫ്രണ്ടാണ്, അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ പാകത്തിന് എത്രയോ ആൾക്കാരുണ്ടാവുമായിരുന്നു. അതാണ് നെവിൻ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെവിനോട് ഒരു വലിയ നന്ദി പറയാണ്. നെവിനോട് നമ്മളെപ്പോഴും താങ്ക്ഫുള്ളായിരിക്കും. ഏറ്റവും മോശം കണ്ടൻറ്റുകൾ മാത്രം തന്നുകൊണ്ടിരുന്ന, മനസ്സ് മടുപ്പിക്കുന്ന, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഏറ്റവും മോശം കണ്ടൻറ്റുകൾ തന്നുകൊണ്ടിരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉള്ള ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് തന്നതിന്, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചിരിക്കാനും ഓർത്തോർത്ത് ചിരിക്കാനുള്ളതൊക്കെ സമ്മാനിച്ചതിന് എൻ്റെ ഒരു വലിയ ആഗ്രഹം, അതെൻ്റെ ടീംമേറ്റിൻ്റെ ആഗ്രഹമാണ്. അടുത്ത സീസണിൽ ലാലേട്ടൻ വരുമ്പോൾ നെവിൻ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലാലേട്ടനൊരു വരവ് വരണം. നെവിൻ അത് അർഹിക്കുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ടാലൻറ്റഡ്. അവൻ ബിഗ് ബോസിൻ്റെ കപ്പെടുത്ത് ഉയർത്തുകയാണെങ്കിൽ സന്തോഷം, വളരെ സന്തോഷം. പക്ഷേ നമുക്ക് ബിഗ് ബോസ് അറിഞ്ഞൂടെ, ഇവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ. ഞാൻ ഇപ്പോഴും പറയുന്നത് നെവിനെ നമുക്ക് ഇഷ്ടമാണ്
പക്ഷേ നെവിൻ തോക്കുമായിരിക്കും, അതുകൊണ്ട് നെവിൻ്റെ വോട്ട് മുഴുവൻ നമുക്ക് ഇന്ന ആൾക്ക് കൊടുക്കാം എന്ന് പറയുന്ന ആ വൃത്തികെട്ട PR തന്ത്രമില്ലേ, അതൊന്നും അല്ല കേട്ടോ. നെവിനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നെവിന് മാത്രമേ വോട്ട് ചെയ്യാവൂ, അനീഷിനാണ് ഇഷ്ടമെങ്കിൽ അനീഷിന് മാത്രമേ വോട്ട് ചെയ്യാവൂ. അയാൾ ജയിക്കില്ലായിരിക്കും, അതുകൊണ്ട് വോട്ട് മാറ്റി കുത്താം എന്ന് പറയുന്ന ആ ഉടായ്പ നമ്പറുമായിട്ട് വരുന്നവരൊന്നും നമ്പരുത്. അതും ഒരു ടാക്ടിക്ക് മാത്രമാണ്. നിങ്ങൾ നെവിനെ ഇഷ്ടമാണെങ്കിൽ നെവിന് തന്നെ വോട്ട് ചെയ്യൂ. പക്ഷേ നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പുറത്ത് നടക്കുന്ന ചീപ്പ് PR പരിപാടികളെക്കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് നെവിൻ കപ്പെടുത്ത് ഉയർത്തുമെന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, ഈ വളരെ മോശം PR ഉടായ്പ പരിപാടികളൊന്നുമില്ലാതെ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു സ്റ്റാർഡും ഇല്ലാതെ ഇവിടം വരെ എത്തിയില്ലേ. അതുകൊണ്ട് അവൻ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും. അവൻ്റെ കയ്യിൽ അതിനുള്ള സാധനം ഉണ്ടെന്നേ. കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് പല വീഡിയോസിൽ നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നെവിൻ്റെ PR ആണോ എന്ന്. നമ്മൾ ആരുടെയും PR എടുത്തിട്ടില്ല. നെവിനെ വിമർശിക്കേണ്ട സമയങ്ങളിലൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നെവിനെ കൂട്ടമായ ആളുകൾ വട്ടം ചേർന്നിരുന്ന് ആക്രമിക്കുന്ന സമയത്ത് അയാളുടെ ന്യായം എന്താണെന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അയാൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അയാളുടെ നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. നെവിൻ പറഞ്ഞ പോലെ നെവിൻ ആരുടെയും സഹതാപമൊന്നും വേണ്ട. ഹീ ഈസ് മൾട്ടി ടാലൻറ്റഡ്. അവൻ്റെ ടാലൻറ്റ് കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടോളും. അതിനവനൊരു കിക്ക് സ്റ്റാർട്ട് വേണമായിരുന്നു. ഇതല്ലെങ്കിൽ മറ്റൊന്നവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അത് ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളമായത് നമ്മൾ കുറച്ച് കാഴ്ചക്കാർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ കാരണമായിരുന്നേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാണ്, ഓർത്തെടുക്കാൻ അവൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാസ്റ്റ് ഇല്ലാത്ത ആളാണ് നെവിൻ. പക്ഷേ അവൻ ആഗ്രഹിക്കുന്നൊരു ഫ്യൂച്ചറുണ്ട്, അതവൻ നേടിയെടുക്കും. അത് നേടിയെടുക്കാനുള്ള എല്ലാ കരുത്തും ഈ മോശം ലോകത്തെ മോശം PR പരിപാടികളുടെ ഒക്കെ ബഹളങ്ങൾക്കിടയിൽ സ്വന്തം ടാലൻറ്റ് തിരിച്ചറിയാനും മുന്നോട്ട് പോകാനും അതിൽ സക്സസ്ഫുള്ളാകാനും നമ്മളെയൊക്കെ പ്രൗഡാക്കാനും നെവിനെ പോലെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകാനും നെവിന് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ലവ് യു മാൻ. താങ്ക് യു.